മധുചഷകം അറിയാതെ മോന്തി വന്ന മധുമാസ ശലഭമല്ലോ ഞാനൊരു മധുമാസ ശലഭമല്ലോ. അഴകിന്റെ മണിദീപജ്വാലയെ ഹൃദയത്തിൽ അറിയാതെ സ്നേഹിച്ചല്ലോ ഞാനൊരു മലർമാസ ശലഭമല്ലോ. വന്നവൾ ഞാൻ നെഞ്ചിലെ സ്വപ്നങ്ങൾ വാടിക്കൊഴിഞ്ഞാലും പുഞ്ചിരി കൊള്ളും ഞാൻ. അനുരാഗ മധുചഷകം അറിയാതെ മോന്തി വന്ന മധുമാസ ശലഭമല്ലോ ആ മധുമാസ ശലഭമല്ലോ. ചഷകം അറിയാതെ മോന്തി വന്ന മധുമാസ ശലഭമല്ലോ മധുമാസ ശലഭമല്ലോ മധുമാസ ശലഭമല്ലോ മധുമാസ ശലഭമല്ലോ. അനുരാഗ മധുചഷകം അറിയാതെ മോന്തി വന്ന എന്തോ ആ ലാസ്റ്റ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഭാർഗവ നിലയത്തിലെ പാട്ടായോണ്ടാണോ വൈറ്റ് ഡ്രസ് ഇട്ട് വന്നേ? അതെ, ഇതും അല്ലല്ല ഇത് ഇവിടെ ലാസ്റ്റ് പാടാൻ വന്ന പാട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഒരു ഫ്രോക്ക് തയ്ച്ചിട്ടാ വന്നേ. ഇത് അതെ ക്രിയേറ്റീവാ. ഇത് എന്ത് ഡ്രസ്സല്ല, ഭാർഗവി എന്നുള്ള ക്യാരക്ടർ മരിക്കുന്നതിന് മുമ്പുള്ള പാട്ടല്ലേ. അപ്പം സാരി മരിക്കാനുള്ള തയ്യാറെടുപ്പാ, ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട്. അല്ല, അത് ഷൈനിങ് ആയിട്ടുള്ള ഡാൻസ് ഒക്കെ അല്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചോദിക്കാം ചേച്ചി. സൂപ്പർ, താങ്ക് യു. കിടിലം, എന്താ പറയാ, സൂപ്പർ സ്റ്റാറില് ഇത്രയും കിടിലമായ ആൾക്കാരാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും ഒന്നിനൊന്നും മെച്ചമായിട്ട് കിടിലം പെർഫോമൻസസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ മോളെ സൂപ്പർ. ഈ പാട്ട് അങ്ങനെ എളുപ്പത്തിൽ പാടാൻ പറ്റിയൊരു പാട്ടല്ല, മനോഹരമായിട്ട് പാടി. ക്യൂട്ടായിരുന്നു കേൾക്കാൻ, നമുക്ക് അധികം ഒരു സ്ട്രെയിൻ ചെയ്യുന്ന മാതിരി തോന്നുന്നില്ല, അനായാസമായിട്ട് പാടിപ്പോന്നു. ഇതില് ചില സ്ഥലത്ത് മാത്രം പെട്ടെന്ന് അങ്ങ് കട്ടായി പോന്നു. ഒരു ചെറിയ സസ്റ്റെയിൻ, ഫിനിഷിങ്ങിൽ ഒരു ചെറിയ സസ്റ്റെയിൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ചില സ്ഥലത്ത് മോളങ്ങ് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് അവിടെ കട്ടായി പോന്നു. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതില് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും, കാരണം ഇത് അങ്ങനത്തെ ഒരു പാട്ടാണ്. കണ്ടില്ല കേട്ടില്ല, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ട് അസലായിട്ട് പാടി മോള്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. മോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മക്കളെ, സൂപ്പർ. കാര്യം അത് ഭീകര പാട്ടായിരുന്നു. കാര്യം നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇതേ ബേസിൽ അങ്ങ് പോകുന്നു, അവസാനം ചതിക്കുഴിയാ ചെയ്ത് വെച്ചേക്കുന്ന മാഷ്. വീട് മരിക്കും പാടുന്നവര്, അസാധ്യം. മോളത് ഉഗ്രമായിട്ട് പാടി കേട്ടോ. അതെന്താണ് പറ്റിയത്? അതിൽ ഈസിയായിട്ട് പാടാൻ പറ്റിയ ഒരെണ്ണം ഏരിയ അതേ ഉള്ളൂ. അതാണ് നിനക്ക് കുറച്ച് കൈ വിട്ടു പോയത്. എന്തര് അതും പാടിയേ. ഉമ്മക്ക് ഇപ്പൊ നന്നായടാ. അത് ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും ഇന്ന് കഴിഞ്ഞിട്ടുള്ളതപ്പോ ഈ കൊച്ചെങ്ങനെ പാടും എന്ന് വിചാരിച്ചപ്പോ എടുത്തു വെച്ച് അലക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. അയ്യോ, എന്താ ഈ പാട്ടിന് പറ്റിയ വോയിസ് ആണ്. ഒരു പഴയ ഒരു റെട്രോ കാലഘട്ടത്തിലുള്ള ഒരു ശബ്ദം മോളുടെ. ഇതിന് പറ്റിയ, ഈ പാട്ടിന് പറ്റിയ ഒരു ശബ്ദം. വേറെ ഈ പാട്ടൊന്നും പാടല്ലേ നീ?
അങ്ങനെ മക്കളെ അത് പറഞ്ഞു ആ ടോൺ നല്ല ഒരു കറക്റ്റായി പാട്ടിന് ചേരുന്നെന്ന് ആ മഞ്ജരി ഉദ്ദേശിച്ചത്. അല്ലാതെ ഇനിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആരും മക്കളെ വിളിക്കരുതെന്നല്ല കേട്ടോ. ഇത്തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് നല്ലോണം ചേരുന്നു. മോടെ റേഞ്ചിന് പാട്ട് കിട്ടിയാൽ നീ വെച്ച അലക്കുവാടാ, അത് ഉറപ്പ്. നമുക്ക് മുകളിലൊക്കെ ഒരു അത് കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല അല്ലേ രാഹുലേ? മക്കളെ എനിക്ക് ആ നെഞ്ചിലെ സ്വപ്നങ്ങളൊന്ന് പാടിത്തരൂ. നെഞ്ചിലെ സ്വപ്നങ്ങൾ വാടിക്കൊഴിഞ്ഞാലും പുഞ്ചിരി കൊള്ളും ഞാൻ. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല, ഇപ്പൊ പുഞ്ചിരി കൊള്ളാം. അതുപോലെ മക്കളെ ഈ എന്താണ് ആ മുകളിലുള്ള പോർഷൻ ഏതാണ് മോളെ? ചിറക്. അത് ദീപമാണോ? മറക്കില്ല അത് മനസ്സിലായില്ലേ? വേറെ എന്തോ തിന്നുന്ന കുനാഫാന്നങ്ങാട്ടാ കേട്ടത് ഞാൻ. അതിനൊരു ക്ലാരിറ്റി വേണം മോളെ, ഒരു കുറച്ചും കൂടെ ഒന്ന് കൃത്യമായിട്ട് പാടാമോ? നല്ല അക്ഷരസ്ഫുടതയോട്ടെ പാറു. നോക്കൂ പ്ലീസ്, ചെക്ക് ആൻഡ് റിവേർട്ട്. ചിറകു കരിഞ്ഞാലും ചിതയിലെരിഞ്ഞാലും പെരിയില്ലെൻ ദീപത്തെ ഞാൻ വിട്ടുപെരിയില്ലെൻ ദീപത്തെ ഞാൻ. സൂപ്പർ. പിരിയില്ല. അത് മോള് കുറച്ച് അങ്ങനെ ആ റേഞ്ച് ആയതുകൊണ്ടാണ് അത് കുഴപ്പമില്ല. എല്ലാം നമുക്ക് എഴുതി കാണിക്കാം. വിട്ടുപിരിയില്ല എന്നുള്ളത് എടുത്ത് കൈ പിടിച്ചാൽ മതിയല്ലോ. അത് പാടുമ്പോൾ ഒരു കൺഫ്യൂഷനും കാണത്തില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. അത് എന്തൊക്കെയായാലും ഇതങ്ങനെ ഈസി ആയിട്ട് പാടാൻ പറ്റത്തില്ല മോളെ. അത് നമുക്ക് ശ്വാസം മുട്ടും ഇത് കേൾക്കുമ്പോൾ. ഇതെങ്കിലും ബ്യൂട്ടിഫുൾ. ഇനി ഇത് എഴുതിയത് ആരാണ്? എഴുതിയത് പി ഭാസ്കരൻ മാഷ്, മ്യൂസിക് ബാബുക്ക, പിന്നെ പാടിയത് ജാനകി. പറയാനുണ്ടോ? ആ അമ്മയ്ക്കൊക്കെ ഇത് അലുവ തിന്നുന്ന പോലെ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചുമ്മാ പാടിക്കളെ. ഒരു കന്നഡത്തിലാണെന്ന് വന്നൊരു പാട്ട്, ഈ രാഗമാലിക ഒരെണ്ണം മാറി 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 വരുന്നത് ഒരു നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു എൽ വൈദ്യനാഥൻ സാറാണ് മ്യൂസിക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. ഒരു അസാധ്യ പാട്ട്, അത് ചുമ്മാ പാടി വെച്ചേക്കും. അമ്മ പ്രണാംസ്, വേറെ ഒന്നുമില്ല. അപ്പൊ മക്കളെ കലക്കിടാ. താങ്ക് യു സർ. താങ്ക് യു സർ. രാഹുലേട്ടാ വൈഗ കുട്ടി എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഞാൻ ശ്രദ്ധിച്ചത് മോക്ക് ഓൺ സ്റ്റൈലുണ്ട്, പാടുന്നതിനൊരു സ്വന്തമായിട്ടുള്ളൊരു ശൈലിയിലാണ് പാടുന്നത്. പിന്നെ ഇതുപോലെ വളരെ സിംഗിങ് വിത്ത് ഈസ് എന്ന് പറയില്ലേ, അത് വളരെ ഇപ്പോൾ ടഫായിട്ടുള്ള സംഗതികൾ ഒത്തിരി ഉണ്ട്. പക്ഷെ മോളത് ഭയങ്കര, ഞാൻ വിചാരിച്ചു ഇത്ര എളുപ്പമാണോ ഇത് പാടാൻ എന്ന് വിചാരിച്ചു. എക്സ്പ്രഷൻസ് കണ്ടപ്പോൾ യു ആർ സിംഗിങ് വിത്ത് സോ മച്ച് ഈസ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഇപ്പം പറഞ്ഞു, ഇപ്പം മഞ്ജരി പറഞ്ഞില്ലേ റെട്രോ സോങ്ങിനെ പറ്റി. എനിക്ക് തോന്നുന്നു ഈ ഓൺ സ്റ്റൈലുള്ളതുകൊണ്ട് അതൊരു നല്ലതാണ് ആക്ച്വലി കേട്ടോ. ഒരു യു ആർ എ വെരി എന്താ പറയുക യൂസബിൾ പ്രോഡക്റ്റ് ഫോർ എ കമ്പോസർ. എൻ്റെ ഒരു പാട്ട് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ട് ആണല്ലേ? യെസ് യെസ്, നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും എന്ത് പാട്ട് പാടിയാലും ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പം ഈ ചില പാട്ടുകൾ നമ്മൾ വേറെ രീതിയിലൊക്കെ പാടുമ്പോൾ ഓൺ സ്റ്റൈലിൽ പാടുമ്പോൾ നമുക്ക് ഒന്ന് ഏച്ച് കെട്ടിയ പോലെ തോന്നാറുണ്ട്. കാരണം നമ്മൾ വളരെ കേട്ട് പരിചയിച്ച ചില കാര്യങ്ങൾ അല്ലേ അങ്ങനെ. പക്ഷെ മോളത് പാടിയിട്ട് എനിക്ക് അത്ര അങ്ങനെ ഒന്നും ഒട്ടും അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമായിട്ട് തോന്നി. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് നൈസ് ടു ഹിയർ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ നമുക്ക് തോന്നില്ല. ആസ് എ ഹോൾ ഒരു ആനച്ചന്തത്തിൽ അതങ്ങോട്ട് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈവൻ ചില സംഗതികളൊക്കെ ഈ ശലഭമല്ലോ തുണ്ടുവല്ലഭിൽ പാടിയ മധുമാസ ശലഭമല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ലാസ്റ്റുള്ള ആലാപ്സ് പാടിയപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി കമൻഡബിൾ അപ്രോച്ച് കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു രാഹുൽ. പിന്നെ ഞാൻ സാർ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, ഓർക്കുന്നില്ല. 2-3 വർഷം മുമ്പാ വിപിൻ സാറും പിന്നെ രാഹുൽ സാറും ഞാനും കൂടെ വാസ്കോഡഗാമ എന്നുള്ള പാട്ടൊരു ഫ്ലോറിൽ പാടിയിട്ടുണ്ട്. ദൈവമേ, നല്ല ആവശ്യം ഉണ്ടായിരുന്നു രാഹുൽ. ഞാൻ പറഞ്ഞില്ല ഓരോന്നൊക്കെ സൂക്ഷിച്ചും കണ്ട് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ ആ ഫ്ലോറിൽ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു, തിരിഞ്ഞു നോക്കാതെ. മോളെ ഒന്ന് നേരിട്ട് കണ്ടോട്ടെ. ഇത്രേ ഉള്ളായിരുന്നു. അതാണ് അന്നിങ്ങനെ നോക്കിയത്, ഇന്നിങ്ങനെ. അപ്പൊ എന്തായാലും വെരി ഓൺ സ്റ്റൈൽ ഉണ്ട്, അത് കീപ് ഇറ്റ് അപ്പ് കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ഇനി മാക്സ് രാഹുലേട്ടാ ചുമ്മാ കൂടെ രാഹുൽ. താങ്ക് യു ശരത് സർ 9.1. താങ്ക് യു സർ. ചേച്ചി എന്തായിരിക്കും?
9.2. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 27.3. അല്ല ചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് ആ വാസ്കോഡ ഗാമ ഒന്ന് പാടി കൊടുത്താലോ ചേട്ടന്? ഒരു ഡെഡിക്കേഷൻ ഇവിടുന്ന് ഓടിക്കാം മോനെ. ഇവിടുന്ന് ഓടിക്കാന്ന്. ചേട്ടാ എന്നാലും സൂക്ഷിച്ച് നോക്കിട്ട് ഓടണേ. അല്ല അത് ഫുള്ള് പാടാനാണോ അതോ? അനുപല്ലവി പാട്. മക്കളെ ഏത് പാടിയാലാണ് രാഹുൽ എണീറ്റ് ഓടുന്നത് അത് പാടിയാ മതി. ഓടിക്കണേ നമ്മുടെ അത് റെഡി. ഒത്തിരി നീ നുള്ളല്ലേ കൈവിരലോ നോവില്ലേ ഇത്തിരി നീ നുള്ളതില്ലേ ഒരു തരി മതി ഒത്തിരി നീ നുള്ളല്ലേ കൈവിരലോ നോവില്ലേ ഇത്തിരി നീ മച്ചുടനെ കച്ചമുറുക്ക് തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക് കുത്തടിയും നാടുകളെ കൊത്തിയടക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം പതഞ്ഞൊരു നീരത്തോ പറന്നിറങ്ങാം പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള വാസ്കോഡ ഗാമ went to the drama പുതുവർഷം കാണാൻ കവിളേലുമ്മ നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നയൊന്നായി ഒരു നൂറുമ്മ. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു രാഹുലേട്ടൻ അല്ലേ? ഓക്കെ രാഹുലല്ല രാഹുലേട്ടൻ. രാഹുലേട്ടൻ സ്നേഹത്തോടൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ വിളിക്കാം. കാപ്പി കുടിച്ചില്ലേ? ഇറ്റലിയിൽ അങ്ങനെയല്ലേ പറയുന്നത്? ഇറ്റലിയിൽ റാവുൾ രാഹുലേട്ടൻ ഉദ്ദേശിച്ചത്. ഓക്കെ രാഹുലേട്ടൻ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്.